നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ശൃണ്വതാം സ്വഗതാ കൃഷ്ണ പുണ്യശ്രവണ കീർത്തനഃ ഹൃദ്യന്തസ്തോ ഹ്യഭദ്രാണി വിഘ്നോതി സുഹൃത്സദാ. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികേ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യസ്വാനുഭാവമഖില ശ്രുതിസാരമേകം അധ്യാത്മദീപമതിതീർഷദന്തമോന്തം സംസാരിണം കരുണയാക പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മുഖം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം പരമാനന്ദമാധവം. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രഷ്ടായ ഭൂതലേ ശ്രീമതേ മഹാവിഷ്ണു ഗോസ്വാമിനിധാമിനേ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രഷ്ടായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനേ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ മാതാജി. ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. എല്ലാവർക്കും ഇന്നത്തെ ഭാഗവതം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഹരേ കൃഷ്ണ. നമ്മളപ്പോഴേ 41 ശ്ലോകം വരെ എടുത്തിരുന്നു. ഇനി 42 ശ്ലോകമാണ് നമുക്ക് എടുക്കാനുള്ളത്. അപ്പോഴിവിടെ ഈ 41 ശ്ലോകം നമ്മൾ ഇവിടെ പഠിച്ചതിൽ ഇപ്പൊ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്, എന്ത് കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഹരേ കൃഷ്ണ. അത് ചോദിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടല്ലേ മാതാജി. ധർമ്മപുത്രർ അർജുനനോട് ചോദിക്കുന്നല്ലേ ഭഗവാന്റെ. അവിടെ എന്താണ് സംഭവിച്ചത്? ദ്വാരകയിൽ നിന്ന് വന്നു. ദ്വാരകയിൽ എന്തൊക്കെയാണ് വിശേഷം? എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ ഖിന്നനായിട്ട് ഇരിക്കുന്നത്? നീ ഇങ്ങനെ മുഖം പാടി ഇരിക്കുന്നത് എന്തുകൊണ്ടാണ്? അപ്പം അങ്ങക്ക് എന്താണ് വഴിയിൽ എന്തെങ്കിലും സംഭവിച്ചതാണോ? ദ്വാരകയിലുണ്ടായ പ്രയാസങ്ങളാണോ? എന്താണ് എന്നുള്ളത് ഇതുവരെയും അർജുനൻ പറഞ്ഞിട്ടില്ല. വന്ന് വളരെ മൂകനായി വളരെ വിഷമത്തോടു കൂടി ഇരിക്കുന്നത് കണ്ടപ്പം എന്തിനാണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നത്? എന്താ ഉദ്ദേശം? എന്താണ്? വല്ല കാര്യമുണ്ടോ ഇങ്ങനൊക്കെ ചോദിച്ചിട്ട്? യഥാർത്ഥത്തിൽ നാരദൻ നേരത്തെ സൂചിപ്പിക്കുകയും ചെയ്തു. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഭാഗവത്തിൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും ഇങ്ങനെയുള്ള ചോദ്യങ്ങളും ഒക്കെ വരാൻ കാരണം എന്താണ്? ആരെങ്കിലും അത് ആലോചിച്ചോ? എന്തിനാണ്? യുധിഷ്ഠിരനെ ചിന്തിച്ചുകൂടെ? അല്ലെ ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ കാരണം എന്താണ്? ആരെങ്കിലും പറയാം? ആരെങ്കിലും അത് ഓർത്തോ? അർജുനൻ വിഷമത്തോടു കൂടി വന്നത് കൊണ്ടല്ലേ മാതാജി? നമ്മള് സാധാ ജനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി. അർജുനൻ വിഷമത്തോടു കൂടി വന്നപ്പം എന്താണെന്ന് ചോദിച്ചങ്ങ് നിർത്തിയാൽ മതിയായിരുന്നു. പക്ഷെ ഇങ്ങനെ ചോദിക്കുന്നത് സമൂഹത്തിലെ നടക്കുന്ന കാര്യങ്ങള്, സമൂഹത്തിൽ എന്തെല്ലാം സംഭവവികാസങ്ങൾ ഉണ്ടാകാം. ഒരാൾ ഖിന്നനായി ഇരിക്കുന്നു, അപ്പൊ അതിന് വിവിധ വശങ്ങൾ ഉണ്ടാകാം. അല്ലെങ്കിൽ സമൂഹത്തിൽ പല രീതിയിലുള്ള സംഭവ വികാസങ്ങൾ, ആ വികാസങ്ങൾ എന്തൊക്കെയായിരിക്കും, എന്താണ് നടന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ഒരാൾ ഇങ്ങോട്ട് വരുമ്പോ നേരിട്ട് എന്താ എന്നും പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുകയല്ല. ആ ഖിന്നനായിട്ട് വന്നിരിക്കുന്നു, അപ്പൊ അതിന്റെ കാരണങ്ങൾ പലതാകാം. അപ്പൊ സമൂഹത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പല കാരണങ്ങൾ ഉണ്ടാകാം. അതിൽ എന്തൊക്കെ കാരണങ്ങളാണ് നിന്നെ ബാധിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുക. അപ്പൊ നമ്മുടെ ഒരു സമൂഹത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളെ കുറിച്ചും ഏതെല്ലാം രീതിയിലാണ് നമുക്ക് വിഷമം വരുന്നത് എന്നതിനെ കുറിച്ചും ഒരു ചെറിയ വിവരണം തരാൻ വേണ്ടി, എന്ന് വെച്ചാൽ നമുക്കൊരറിവ് തരാൻ വേണ്ടിയാണ്. ഇങ്ങനെയൊക്കെയും പ്രശ്നങ്ങൾ ഉണ്ടാകാം എന്ന് നമുക്ക് കാണിച്ചു തരികയാണ് ഇതിൽ കൂടി ചെയ്യുന്നത്. ഇവിടെ അർജുനൻ വളരെ വിഷമത്തോടു കൂടി വന്നിരിക്കുന്ന അവസരത്തിൽ അർജുനൻ ഏതെല്ലാം രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്, ലാസ്റ്റിലാണ് ഇനി എന്താണ് എന്നുള്ളത് റിവീൽ ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ അതൊക്കെ കണ്ടു. 42 ശ്ലോകത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ഹരേ കൃഷ്ണ.
നമ്മൾ ശ്ലോകം വായിച്ചിട്ട് തുടങ്ങാം. കച്ചിത്വം നാഗമോ ഗമ്യാം ഗമ്യാം വാസത്കൃതാം സ്ത്രിയം പരാജിതോ ബാധ ഭവാൻ നോത്തമൈർനാസമൈപതിഃ. കച്ചിത്വം നാഗമോ ഗമ്യാം ന അഗമോ ഗമ്യാം എന്നുള്ളത്. നാഗമോ ഗമ്യാം ഗമ്യാം വാസത്കൃതാം സ്ത്രിയം ഗമ്യ വാ അസത്കൃതാം സ്ത്രിയം പരാജിതോ വാഥ ഭവാൻ നോത്തമൈർനാസമൈർപതി. കച്ചിത്വം നാഗമോ ഗമ്യാം വാസത്കൃതാം സ്ത്രിയം പരാജിതോ വാഥ ഭവാൻ നോത്തമൈർനാസമൈപതി. കച്ചിത്ത് അതിനകത്ത് കുറെ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടുണ്ട്. കച്ചിത്വം എന്നുള്ളത്. നാഗമോ ന അഗമഹ എന്നുള്ളത്. ന അഗമഹ, ന എവിടെ വന്നാലും ഓപ്പോസിറ്റ് മീനിങ് വരാൻ വേണ്ടി ന അഗമഹ. അപ്പൊ പിന്നെ വരുന്നത് അപ്പൊ അഗമഹ എന്ന് പറഞ്ഞു. പിന്നെ എന്താണ്? അഗമ്യ. നാഗമോ ഗമ്യ, ന അഗമഹ അഗമ്യ, പിന്നെ ഗമ്യ. രണ്ടും രണ്ട് വാക്കാണ്. അഗമ്യ ഗമ്യ. വാ അസത്കൃതാം, വാസത്കൃതാമിനെ നമ്മൾ പിരിക്കുമ്പോഴേ വാ അസത്കൃതാം. പിന്നെ സ്ത്രീയം പരാജിതഃ എന്നെടുക്കുന്നു. പരാജിതഃ വാ അഥ. വാഥ എന്ന് കിടക്കുമ്പം നമ്മൾ വാഥ എന്നല്ല അവിടെ ഉദ്ദേശിക്കുന്നത്, വാ അഥ. പിന്നെ ഭവാൻ ന ഉത്തമൈഹി. ഭവാൻ നോത്തമൈർ എന്ന് പറയുന്നത് ഭവാൻ ന ഉത്തമൈഹി ന അസമൈഹി പതി. ഒന്നുകൂടി ഞാൻ പറയാം. കച്ചിത് ത്വം ന അഗമഹ അഗമ്യ ഗമ്യ വ അസത്കൃതാം സ്ത്രിയം പരാജിതഃ വാ അഥ ന ഉത്തമൈഹി ഭവാൻ ന ഉത്തമൈഹി പിന്നെ ന അസമൈഹി പതി. അപ്പം കച്ചിത്വം ന അഗമോ അഗമ്യ പിന്നെ ഗമ്യ വ അസത്കൃതാം സ്ത്രീയം. പിന്നീട് പരാജിതോ വാ അഥ ഭവാൻ ന ഉത്തമൈഹി ന അസമൈഹി പതി. ഇത്രയും വാക്കുകളാണുള്ളത്. കച്ചിത്ത് എന്ന് പറഞ്ഞാൽ, കച്ചിത്ത് നമ്മൾ എപ്പോഴും കേൾക്കുന്നതുകൊണ്ട് ഇനി പറയണ്ട. കച്ചിത്തം ചാ അതോ അല്ലയോ എന്നൊക്കെ ചോദിക്കുന്ന. ത്വം അങ്ങ് സ്വയം. അങ്ങ് ത്വം എന്ന് പറയുമ്പോൾ അങ്ങ് സ്വയം നമ്മൾ റെസ്പെക്റ്റോടുകൂടി പറയുന്നതാണ്. ത്വം അങ്ങ് സ്വയം. ന അല്ല. അഗമഹ അവിടെ ആരേലും കണ്ടുവോ എന്നൊക്കെ നമ്മൾ ചോദിക്കുന്നു. ആരേലും വടി പിടിച്ച് കണ്ടുമുട്ടിയോ എന്ന് ചോദിക്കത്തില്ലേ? അഗമഹ. അഗമ്യ. അഗമ്യ മീൻസ് കുറ്റം ചുമത്തക്ക, കുറ്റം പറയത്തക്ക. പിന്നെ ഗമ്യ, രണ്ട് മീനിങ് ആണ് നോക്കുക. അഗമ്യ എന്ന് പറഞ്ഞാൽ കുറ്റം പറയത്തക്ക, ഗമ്യ എന്ന് പറഞ്ഞാൽ സ്വീകരിക്കത്തക്ക. പിന്നീട് വാ എന്ന് പറഞ്ഞാൽ ഓർ അല്ലെങ്കിൽ എന്നുള്ള അർത്ഥം. അസത്കൃതാം എന്ന് വെച്ചാൽ അനുചിതമായ പെരുമാറ്റം. സ്ത്രീയം ഒരു സ്ത്രീ. പരാജിതനാക്കപ്പെടുകയാൽ വാ അല്ലെങ്കിൽ അഥ എന്തൊക്കെയോ ആയാലും, അല്ലെങ്കിൽ എന്തൊക്കെ ആയാലും എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ എന്തൊക്കെയായാലും ഭവാൻ ന അല്ലെങ്കിൽ ഉത്തമൈഹി പരമശക്തിയാൽ ന അല്ല അസമൈഹി സമാനരായിട്ടുള്ളവരാൽ പതി എന്ന് പറഞ്ഞാൽ വീഥിയിൽ എന്നുള്ള അർത്ഥം. കച്ചിത്വം നാഗമോ ഗമ്യാം വാസത്കൃതാം സ്ത്രിയം പരാജിതോ വാഥ ഭവാൻ നോത്തമൈർനാസമൈർപതി. അതിന്റെ വിവർത്തനം നമുക്ക് നോക്കാം.
വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരുവൻ വൈഷ്ണവംശ ശ്രീരൂപം സാഗ്രജാതം സഹഗണരഘുനാഥാന്വിതം തം സജീവം സദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്വിതം ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധോ ജഗൽപതേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമസ്തുതേ തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഗുരുദേവ് ജയ്. പ്രഭുപാദിക്ക്. അതിന്റെ വിവർത്തനം: കുറ്റവിചാരണ ചെയ്യപ്പെടത്തക്ക വിധം ധർമ്മവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു സ്ത്രീയുമായി സമ്മേളിച്ചുവോ, അതോ ആദരണീയയായ ഒരു സ്ത്രീയെ വേണ്ട വിധം ബഹുമാനിച്ചില്ലയോ, അതോ നിസ്സാരനായ അല്ലെങ്കിൽ തുല്യശക്തിയുള്ള ആരെങ്കിലും മാർഗമധ്യേ അങ്ങേ പരാജയപ്പെടുത്തിയോ? അപ്പം യുധിഷ്ഠിരൻ കണ്ടുപിടിച്ച കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഒരു കുറ്റവിചാരണ ചെയ്യപ്പെടത്തക്ക വിധം ധർമ്മവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീയുമായി സമ്മേളിക്കേണ്ടി വന്നോ എന്നാണ് ചോദ്യം ചോദിക്കുന്നത്. അല്ലെങ്കിൽ അന്നത്തെ സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ പ്രത്യേകതകൾ കൂടി ഇവിടെ കാണിക്കുകയാണ്. ഒരു സ്ത്രീയെ വേണ്ട വിധം ബഹുമാനിക്കാൻ കഴിഞ്ഞില്ലേ എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും തുല്യശക്തിയുള്ളവരെ കണ്ടിട്ട് ആരെങ്കിലും മാർഗമത്തി ആ വരുന്ന വഴിക്ക് നിന്നെ പരാജയപ്പെടുത്തിയോ? ഈ 3 ചോദ്യമാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പൊ ആ കാലഘട്ടത്തിലെ ശ്ലോകം വായിച്ചില്ലല്ലോ. ഹരേ കൃഷ്ണ, ശ്ലോകം വായിച്ചു. ആരാണ്? എന്ത് പറ്റി എല്ലാവർക്കും ഒരു മൂകത? ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. കച്ചിത്തം നാഗമോ അഗമ്യാം ഗമ്യാം വസ്കൃതാം സ്ത്രിയം പരാജിതോ വാദഭവാന്നോത്തമ ഉത്തമ നാശമൈർപതി. ഹരേ കൃഷ്ണ. ഭവാൻ നോത്തമൈ നാസമൈ പതി പതി. ഓക്കെ, ഒരാളൂടെ വായിക്കും. ഹരേ കൃഷ്ണ. കച്ചിത്തം നാഗമോഹഗമ്യാം ഗമ്യാം വാസ്തകൃതം ശ്രിയം പരാജിതോ പാദ ഭഗവാൻ ന ഉത്തമൈർനാസമൈപതി. ഹരേ കൃഷ്ണ. കച്ചിത് ത്വം. ത്വം വരുമ്പോഴാ, തം എന്ന് വരുമ്പോ വേറെ അർത്ഥമാണ്. ത്വം. അതുപോലെ വാസകൃത എന്ന് വരും. ഓക്കെ, വേറെ ആർക്കെങ്കിലും വായിക്കണോ? നമുക്ക് അതിന്റെ ഭാവാർത്ഥത്തിലേക്ക് നമുക്ക് കുറെ കാര്യങ്ങള് ശ്രീല പ്രഭുപാദര് പറഞ്ഞിട്ടുണ്ട്. അന്നത്തെ ആ സോഷ്യൽ കണ്ടീഷൻ അനുസരിച്ച് ഒരു പുരുഷനും സ്ത്രീയോട് എങ്ങനെ പെരുമാറണം എന്നതിനെ കുറിച്ചൊക്കെ കുറെ കാര്യങ്ങൾ നമുക്കിവിടെ പറഞ്ഞു തന്നിരിക്കുകയാണ് ചെയ്യുന്നത്. എന്തൊക്കെ നിബന്ധനകളാണ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്? അന്ന് ആ കാലഘട്ടത്തിൽ സ്ത്രീ പുരുഷ ബന്ധമായിട്ടുള്ള ഇടപെടലുകളിൽ ചില നിബന്ധനകൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു തന്നിരിക്കുന്നു. അപ്പം അതുപോലെ ആ കാലഘട്ടത്തിൽ ഉന്നത കുലജാതർ, അതായത് ബ്രാഹ്മണർ, ക്ഷത്രിയർ തുടങ്ങിയവരെ വൈശ്യ സ്ത്രീയോ ശൂദ്ര സ്ത്രീയോ സ്വീകരിക്കുന്നത് അനുവദനീയമായിരുന്നു. എന്ന് വെച്ചാൽ ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത നമ്മളെ ഭഗവത്ഗീതയിൽ ആദ്യത്തെ ചാപ്റ്ററിൽ തന്നെ അർജുനൻ പറയുന്നുണ്ട് അല്ലേ, യുദ്ധം ഉണ്ടായി കഴിഞ്ഞിട്ട് എല്ലാ പുരുഷന്മാരും നഷ്ടപ്പെട്ടു പോയാൽ ഉണ്ടാകുന്ന സമൂഹത്തിൽ ഉണ്ടാകാൻ പോകുന്ന പ്രത്യേകതകളെ കുറിച്ച്, അതിന്റെ പ്രയാസങ്ങളെ കുറിച്ച്, എന്തെല്ലാം വൈഷമ്യങ്ങള് സമൂഹത്തിന് അനുഭവിക്കേണ്ടി വരും എന്നതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇവിടെ പറയുന്നു ഏതെല്ലാം രീതിയിലുള്ള പെരുമാറ്റമാണ് ഒരു പുരുഷൻ സമൂഹത്തിൽ ഒരു സ്ത്രീയുമായി കാണുമ്പോൾ ഉണ്ടാകേണ്ടത്, അവിടെ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നതിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരികയാണ്. അതുപോലെ തന്നെ പിന്നെ സമൂഹത്തിൽ ഏത് വിധത്തിലുള്ള ബന്ധമാണ് ആ കാലഘട്ടത്തിൽ അനുവദനീയമായിരുന്നത് എന്നൊക്കെ ഇവിടെ പറഞ്ഞു തരുന്നു. എല്ലാ ബന്ധങ്ങളിലും ചില നിബന്ധനകൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഇന്നത്തെ പോലെ ആയിരുന്നില്ല. ഇന്ന് കലിയുഗമാണ്, ഇവിടെ നിബന്ധനയുമില്ല, എങ്ങനെ വേണമെങ്കിൽ മനുഷ്യന് നടക്കാമെന്നുള്ള രീതിയിലേക്കായി. ഇപ്പം നമുക്കറിയാം, ഇന്ന് പേപ്പറോ ന്യൂസോ കേട്ട് കഴിഞ്ഞാൽ കേൾക്കേണ്ടിയിരുന്നില്ല എന്നുള്ള രീതിയിലേക്ക് നമ്മൾ മാറുകയാണ് അല്ലെ. അപ്പൊ ആ ഒരു
രീതി ആയിരുന്നില്ല അന്ന് ഉണ്ടായിരുന്നത്. പലതിനും പല നിബന്ധനകൾ ഉണ്ടായിരുന്നു. അതെല്ലാം വേണ്ട വിധം പാലിക്കപ്പെട്ടു പോന്നിരുന്നു എന്നും നമുക്കിവിടെ നിന്ന് കാണാം. അപ്പം അവിടെ വിവാഹബന്ധത്തിൽ തന്നെ ഉന്നത കുലജാതർക്ക് അപ്പം ആ ഒരു താഴ്ന്ന ജാതിയിൽ നിന്ന് പെൺകുട്ടിയെ സ്വീകരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം അന്ന് നൽകിയിരുന്നു. അതുപോലെ നിമ്ന കുലജാതർക്ക് ഉയർന്ന കുലത്തിൽ നിന്നും സ്ത്രീയെ സ്വീകരിക്കാൻ കഴിയുമായിരുന്നില്ല എന്നുള്ള പ്രത്യേകതകളായിരുന്നു അന്ന് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. എന്ന് വെച്ചാല് ഉന്നത കുലജാതർ എന്ന് പറയുമ്പോൾ അതാണ് ബ്രാഹ്മണരും ക്ഷത്രിയരുമാണ് ഉന്നത കുലജാതരെന്ന് പറയുന്നത്. അവര് ഒരു വൈശ്യസ്ത്രീയോ ശൂദ്രസ്ത്രീയോ സ്വീകരിക്കുന്നത് അനുവദിച്ചിരുന്നു. ആ പല കഥകളിൽ നമുക്കറിയാവുന്നതാണ്. അപ്പൊ അവർക്ക് അതിന് കഴിയുമായിരുന്നു. എന്നാൽ താഴ്ന്ന കുലത്തിൽപ്പെട്ട ഒരു വ്യക്തിക്ക് ഉന്നത കുലത്തിൽ നിന്നും സ്ത്രീയെ സ്വീകരിക്കാൻ അനുവദിച്ചിരുന്നു ഇല്ല എന്നുള്ളത് ആ കാലഘട്ടത്തിന്റെ പ്രത്യേകതയായിരുന്നു. അതുപോലെ ക്ഷത്രിയരാണെങ്കിൽ പോലും ബ്രാഹ്മണ കുലത്തിൽ നിന്ന് വിവാഹം കഴിക്കാൻ പാടില്ലായിരുന്നു. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു എന്ന് ചോദിക്കും. ചിലയിടത്തൊക്കെ ചില എക്സെപ്ഷൻസ് വരുന്നില്ലേ എന്ന് ചോദിക്കാറുണ്ട്. നിയമം അനുസരിച്ച് അവിടെ ബാധകമായതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ബ്രാഹ്മണ കുലജാതരായ സ്ത്രീജനങ്ങളെ സ്വീകരിക്കുന്നതിന് ക്ഷത്രിയർക്ക് അനുവാദം ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ബ്രാഹ്മണ കുലത്തിൽപ്പെട്ട സ്ത്രീകളെ ഒരു പ്രത്യേക പൊസിഷനോട് കൂടിയാണ് അന്ന് കണ്ടിരുന്നത്. അപ്പം ബ്രാഹ്മണ പത്നി എന്ന് പറയുമ്പോൾ തന്നെ സപ്തമാതാക്കൾ, ഇപ്പൊ നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ സപ്തമാതാക്കളുടെ ഒരിത് കാണാം അല്ലെ. സപ്തമാതാക്കളിൽ ഒരുവളായിട്ടാണ് ആ ഒരു ബ്രാഹ്മണ പത്നിയെ ആ കാലഘട്ടത്തിൽ കരുതിയിരുന്നത്. അപ്പം സപ്തമാതാക്കൾ ഏതൊക്കെയാണെന്ന് പറയുന്നുണ്ട്. നമ്മൾ ഇവിടെ ശ്രീലപ്രഭാതര് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ സ്വന്തം മാതാവ്, അതുപോലെ ആത്മീയ ഗുരുവിന്റെ പത്നി, പിന്നെ ബ്രാഹ്മണ പത്നി, രാജാവിന്റെ പത്നി, പശു അല്ലെങ്കിൽ ഗോമാതാവ്, പിന്നെ വളർത്തുന്ന അമ്മ, പോറ്റമ്മ. കാലഘട്ടത്തിലൊക്കെ പോറ്റമ്മയും പെറ്റമ്മയും ഉണ്ടായിരുന്നു. പോറ്റമ്മ, പിന്നെ ഭൂമി ദേവി. ഇത്രയും പേരെയാണ് സപ്തമാതാക്കളായിട്ട് കരുതുന്നത്. അപ്പം ബ്രാഹ്മണ പത്നി എന്ന് പറയുമ്പോൾ ഈ സപ്തമാതാക്കളിൽ പെടുന്നതാണ്. അതുകൊണ്ട് എത്ര സമർത്ഥനായ ക്ഷത്രിയനായാൽ പോലും ഒരു ബ്രാഹ്മണന്റെ ഗ്രഹത്തിൽ നിന്നും സ്ത്രീയെ സ്വീകരിക്കാൻ കഴിയുമായിരുന്നില്ല. അപ്പൊ നിങ്ങളത് യയാതി മഹാരാജാവിന്റെ കഥയൊക്കെ കേട്ടിട്ടുള്ളവർക്ക് അറിയാം. അവിടെ ദേവയാനിയുടെ കഥ. അപ്പൊ അവിടെ ആ ഒരു പ്രത്യേകത അവിടെ ഉണ്ടായിരുന്നു. അപ്പം ക്ഷത്രിയ സ്ത്രീയുമായുള്ള ബ്രാഹ്മണ സംയോഗം ഉത്തമമെന്നും ബ്രാഹ്മണ സ്ത്രീയുമായുള്ള ക്ഷത്രിയ സംയോഗം അധമമെന്നുമാണ് അറിയപ്പെടുന്നത്. അധമമായ ബ്രാഹ്മണ സ്ത്രീയുമായുള്ള ക്ഷത്രിയ സംയോഗം ദണ്ഡനാർഹമാകുന്നു എന്നും പറയപ്പെടുന്നു. പിന്നെയും അതിനെക്കുറിച്ച് കുറെ നിയമങ്ങളൊക്കെ ശ്രീലപ്രഭാതര് തന്നിട്ടുണ്ട്. നിങ്ങളത് ഭാവാർത്ഥം വായിച്ച് എടുക്കുമ്പോൾ മനസ്സിലാകുന്നതേ ഉള്ളൂ. അപ്പൊ ഇത്രയും മാത്രമേ ഉള്ളൂ. ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത, സമൂഹത്തിൽ ചില നിബന്ധനകൾ ഉണ്ടായിരുന്നു. ഉന്നത കുലജാതർക്ക് താഴ്ന്ന ജാതിയിൽ നിന്നും പെൺകുട്ടിയെ സ്വീകരിക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ താഴ്ന്ന കുലത്തിൽപ്പെട്ടവർക്ക് ഉയർന്ന കുലത്തിൽ നിന്നും സ്ത്രീയെ സ്വീകരിക്കാൻ കഴിയുമായിരുന്നില്ല എന്ന് പറഞ്ഞു തന്നിരിക്കുന്നു. എന്നാൽ അവിടെ ഒരു എക്സാമ്പിള് പറയുന്നുണ്ട്. ഹിഡിംബിയെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാകും. ആരാണ് ഹിഡിംബി? ആർക്കെങ്കിലും പറയാമോ? കേട്ടിട്ടുണ്ടോ? അവര് വനവാസത്തിന് പോയ സമയത്ത് പാണ്ഡവരുടെ അടുത്ത് വന്ന് സംസാരിച്ച് ഉടനെ ഭീമനെ ആവശ്യപ്പെടുന്നു. ഹിഡിംബി. അപ്പൊ അവര് വളരെ ശൂദ്രരിലും താഴെയായിരുന്നു അവരുടെ സ്ഥാനം. എന്നിട്ട് പോലും ഹിഡിംബി ഭീമനെ സമീപിച്ച അവസരത്തില് കുന്തി മാതാവ് അനുവാദം കൊടുക്കുന്നുണ്ട്. അപ്പൊ അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഓരോ ആവശ്യങ്ങൾ സമൂഹത്തിൽ വരുമ്പോഴും അല്ലെങ്കിൽ അവരുടെ പല അവസരങ്ങളിലും ഈ ബന്ധം അല്ലെങ്കിൽ ഈ ബന്ധത്തിൽ നിന്നുണ്ടായ കുട്ടി അവർക്ക് പ്രയോജനപ്രദമായി തീർന്നു, പലയിടത്തും ആവശ്യമായി തീർന്നു. അവരുടെ യാത്രക്കിടയിലും അതുപോലെ യുദ്ധസമയത്തും ഒക്കെ ആവശ്യമായി തീർന്നിരുന്നു എന്ന്. അതാണ് സമൂഹത്തിൽ ചില എക്സെപ്ഷൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊ ഹിഡിംബി യഥാർത്ഥത്തിൽ ശൂദ്രരിലും താഴെയായിരുന്നു. പക്ഷേ അവിടെ യഥാർത്ഥത്തിൽ ഭീമൻ ചോദിക്കുന്നു ജ്യേഷ്ഠനോട്, കാരണം ആ ഒരു ബന്ധം അനുവദനീയമല്ല ആ കാലഘട്ടത്തിൽ, എന്നിട്ട് പോലും അവര് അനുമതി നൽകി എന്ന് പറയുന്നു. അങ്ങനെയാണ് ഘടോത്കചൻ ഉണ്ടാകുന്നതും യുദ്ധത്തിലും മറ്റും
ഘടോൽക്കജൻ സഹായിക്കുന്നതും അതുപോലെ അവർ ഇങ്ങനെ വനവാസത്തിനൊക്കെ പോകുന്ന സമയത്ത് ഭീമൻ ഘടോൽക്കജനെ വിളിച്ചു വരുത്തുന്നുണ്ട്. യക്ഷന്മാരുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് അവിടെ ഘടോൽക്കജൻ വന്ന് ഇവരെ വഹിച്ചു കൊണ്ട് പോകുന്നതായിട്ടൊക്കെ കഥകളിലുണ്ട്. അപ്പം പിന്നീട് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് നോക്കാവുന്നത് ബ്രാഹ്മണ യുവതിയായിരുന്നു ദേവയാനി. അപ്പൊ ആ ബ്രാഹ്മണ യുവതിക്ക് യയാതിയുമായി ബന്ധം വേണമെന്നുള്ള ഇത് വന്നപ്പോഴ് അവരതിനെ എതിർക്കുകയാണ് ചെയ്തത്. യയാതി പറഞ്ഞു, ഞാന് ക്ഷത്രിയ വംശത്തിൽപ്പെട്ടവനാണ്, എനിക്ക് അത് സാധ്യമല്ല എന്ന് പറഞ്ഞപ്പോഴ് പിന്നീട് ദ്രോണാചാര്യല്ലല്ലോ ശുക്രാചാര്യർ അതിന് അനുമതി നൽകുകയാണ് ചെയ്തത്. അപ്പം യയാതി എന്ന് പറയുന്ന നമ്മുടെ ചരിത്രത്തിലെ ഒരു പ്രത്യേക ഒരു പ്രാധാന്യം അർഹിക്കുന്ന ആളാണ് യയാതി മഹാരാജാവ്. യയാതിയിൽ നിന്നാണ് രണ്ടു കൂട്ടരും ഉണ്ടാകുന്നത്. ആര്? യദുവംശവും ഉണ്ടാകുന്നത്, പുരുവംശവും ഉണ്ടാകുന്നത്. ആ യയാതി മഹാരാജാവിന്റെ പ്രത്യേകത പറയുമ്പോൾ യദുവംശത്തിലാണ് യാദവരെ, കൃഷ്ണൻ വസിക്കുന്ന യദുവംശത്തിലാണ് വരുന്നത്. പുരുവംശത്തിലാണ് പാണ്ഡു, ധൃതരാഷ്ട്രമൊക്കെ ഉണ്ടാകുന്നത്. അപ്പൊ യയാതിയിൽ നിന്ന് വന്ന വംശമാണ്, അത് ഓർത്തിരിക്കണം. അപ്പം യയാതി മഹാരാജാവിൽ നിന്ന് യാദവരും പുരുവംശക്കാരും ഉണ്ടാകുന്നു. ആ യദുവംശത്തിൽ ഭഗവാൻ വന്നിട്ട് ജാതനായി. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് എങ്ങനെയാണത് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതൊക്കെ, കഥ നേരത്തെ പറഞ്ഞതാണ്. പിന്നെ അവിടെ നിന്ന് ആ യദുവംശത്തിലാണ് ശൂരസേനൻ ഉണ്ടാകുന്നത്. ശൂരസേനന് അങ്ങനെ പിന്നീടാണ് കുന്തി ദേവിയൊക്കെ ആ വംശത്തിൽ വന്ന് ജനിക്കുന്നുണ്ട്. വസുദേവരും അവിടെയാണ് വന്ന് ജനിച്ചത്. യദുവംശത്തിൽപ്പെട്ട ആൾക്കാരായിരുന്നു യാദവര്, അതുപോലെ ശൂരസേനന്, വസുദേവരെ, കുന്തിയൊക്കെ യദുവംശത്തിൽപ്പെട്ടവർ. പുരുവംശത്തിൽപ്പെട്ടവരാണ് പാണ്ഡവര്, ധൃതരാഷ്ട്ര, പാണ്ഡവന്മാരും അതുപോലെ കൗരവന്മാരും. അത് വന്നപ്പം പറഞ്ഞേ ഉള്ളൂ. യഥാർത്ഥത്തിലെ അത് ദേവയാനിയെ കുറിച്ച് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ദേവയാനിയുടെ കഥ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കുമല്ലോ. അപ്പം അങ്ങനെയുള്ള അവസരത്തിലൊക്കെ യയാതി മഹാരാജാവ് എന്താണ് ദേവയാനിക്ക് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, ദേവയാനിയും ശർമ്മിഷ്ഠയും വളരെയധികം ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പം യയാതി ക്ഷത്രിയനായിരുന്നു, ദേവയാനി ബ്രാഹ്മണരായിരുന്നു. വൃഷഭ മഹാരാജാവിന് ഒരു മകളുണ്ടായിരുന്നു ശർമ്മിഷ്ഠ. ഇവർ രണ്ടും വളരെയധികം ഫ്രണ്ട്സ് ആയിരുന്നു. അങ്ങനെ കളിച്ചൊക്കെ നടന്ന അവസരത്തിൽ ഉണ്ടായ ഒരു സംഭവമാണ് അതിലേക്ക് വഴിതെളിക്കുന്നത്. അപ്പം ഓരോ വംശവും വരുന്നതിന് ഓരോ കാരണങ്ങൾ നമ്മുടെ പുസ്തകങ്ങളിൽ ഇങ്ങനെ പറഞ്ഞു തന്നിരിക്കുകയാണ്. അപ്പൊ നഹുഷൻ എന്ന് പറയുന്ന രാജാവിനെ കേട്ടിട്ടുണ്ടാകും. ആ നഹുഷന്റെ പുത്രനാണ് യയാതി എന്ന് പറയുന്നത്. അപ്പൊ ആ യയാതി മഹാരാജാവ് ദേവയാനിയെ കണ്ടുമുട്ടുന്നത് ഒരു അപകടത്തിൽപ്പെട്ട് ദേവയാനി നിൽക്കുന്ന സമയത്തിലാണ് കണ്ടുമുട്ടുന്നത്. അവിടെ വെച്ച് വൃഷവർമ്മ മഹാരാജാവിന്റെ കൊട്ടാരത്തിലെ ഗുരുവായിരുന്നു ശുക്രാചാര്യർ. ഈ ഗുരുവിന്റെ മകളാണ് യയാതി. അപ്പൊ ഇവർ രണ്ടുപേരും കൂടെ, രാജാവിന്റെ മകള് ഇവർ രണ്ടുപേരും കൂടെ കളിക്കാൻ പോയ അവസരത്തില് അവിടെ വെച്ച് എന്തോ ഒരു പ്രശ്നത്തിൽ അവർ രണ്ടും പെടുകയും, അത് വലിയ കഥയാണ്. അപ്പൊ പ്രശ്നത്തിൽ പെടുകയും യയാതി ഈ ശർമ്മിഷ്ഠ എന്ത് ചെയ്തു, ദേവയാനിയെ പിടിച്ച് പൊട്ടക്കിണറ്റിലേക്ക് തള്ളുകയും ചെയ്തു. അങ്ങനെ അവൾ അവിടെ തൂങ്ങിക്കിടക്കുന്ന അവസരത്തിലാണ്, പിടിച്ചു തൂങ്ങി നിൽക്കുന്ന അവസരത്തിലാണ് യയാതി മഹാരാജാവ് അവിടെ വരുന്നത്. അപ്പം ഒരു സ്ത്രീ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നത് കണ്ടുകൊണ്ട് കൈ പിടിച്ച് കയറ്റി. അതും അന്നത്തെ സമൂഹത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അപ്പൊ അങ്ങനെ കൈ പിടിച്ച് കയറ്റി കഴിഞ്ഞപ്പോൾ, അന്ന കാലത്ത് കൈ കൊടുത്തൊരു സ്ത്രീയെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ഭാര്യയായി സ്വീകരിച്ചു എന്നുള്ളത് പോലെയാണ്. അപ്പൊ അങ്ങനെ സ്വീകരിച്ചത് കൊണ്ട് എന്നെ ഭാര്യയാക്കിയേ പറ്റൂ എന്ന് ദേവയാനി ആവശ്യപ്പെടുകയും, പക്ഷേ എനിക്കത് സാധ്യമല്ല, ഞാൻ ക്ഷത്രിയനാണ്, നീ ബ്രാഹ്മണ യുവതിയാണെന്ന് പറയും. പക്ഷേ വീട്ടിൽ വന്ന് പ്രശ്നങ്ങൾ പറയുന്ന അവസരത്തില് ശുക്രനെ എന്ത് ചെയ്തു, ഇതിന് അനുവാദം കൊടുക്കുകയും അങ്ങനെ അവരുടെ വിവാഹം നടക്കുകയും ചെയ്യും. അങ്ങനെയാണ് ഈ യാദവരും പുരുവംശവും ഒക്കെ അവരിൽ നിന്ന് ഉണ്ടാകുന്നത്. അങ്ങനെ ആ കാലഘട്ടത്തിന്റെ പ്രത്യേകതകളാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ ബ്രാഹ്മണ യുവതി ആയതുകൊണ്ട് യയാതിയെ സ്വീകരിക്കാൻ വിസമ്മതിച്ചു എന്ന് ശ്രീല പ്രഭുപാദർ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പിന്നീട് നമുക്ക് ആരെയൊക്കെ എക്സാമ്പിൾ എടുക്കാം, നിങ്ങൾക്കറിയാം, ഒരുപാട് എക്സാമ്പിൾസ് ഇങ്ങനെ പറയാൻ കഴിയും. പാണ്ഡവും ധൃതരാഷ്ട്രവും ഒക്കെ ഉണ്ടായത് ആരിൽ നിന്നാണ്? വ്യാസദേവനിൽ നിന്നാണ് ഉണ്ടായത്. അപ്പം വ്യാസദേവൻ എന്ന് പറയുന്ന ആരാണ്? ബ്രാഹ്മണനാണ് എന്ന് പറയുന്നത്. അപ്പം ആ വ്യാസദേവനിൽ നിന്നാണ് പാണ്ഡവും ധൃതരാഷ്ട്രവും ഒക്കെ ഉണ്ടാകുന്നത്. പിന്നെ
അതുപോലെ എക്സാമ്പിൾ ആണ് പരാശരന് സത്യവതിയിലാണ്. അപ്പം ഒരു മുക്കുവ സ്ത്രീ ആയിരുന്നു സത്യവതി, അവളിലാണ് വ്യാസദേവൻ ഉണ്ടാകുന്നത്. അതുപോലെ അങ്ങനെ പല സമൂഹത്തിൽ പല പല ഇങ്ങനെയുള്ള എക്സെപ്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ നിയമം ഇത് തന്നെയായിരുന്നു. അതിന് തീരുമാനം കൽപ്പിക്കേണ്ടിയിരുന്നത് അന്നത്തെ പ്രധാനപ്പെട്ട ആൾക്കാരായിരുന്നു എന്നൊക്കെ ഇവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ ശക്തിയിൽ തന്നേക്കാൾ കുറഞ്ഞവനിൽ നിന്നും പരാജിതനാകുന്നത് തെറ്റായിരുന്നു ആ കാലഘട്ടത്തിൽ. അപ്പൊ ഏത് രീതിയിലും തന്നേക്കാൾ ശക്തി കുറഞ്ഞവനിൽ നിന്ന് ഒരിക്കലും പരാജിതനാകാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചോ? അപ്പൊ ഇവിടെ ചോദിക്കുന്ന ഇങ്ങനെയുള്ള ഏതെങ്കിലും സ്ത്രീയുമായിട്ട് നിനക്ക് കണ്ടുമുട്ടേണ്ടി വന്നോ? അവരെ ഒന്നുകിൽ സഹായിക്കാൻ നിനക്ക് കഴിഞ്ഞില്ലേ? അവരെ വേണ്ട രീതിയിൽ പരിചരിക്കാൻ നിനക്ക് കഴിഞ്ഞില്ലേ? എന്നൊക്കെയുള്ള ചോദ്യം ചോദിച്ചു. അപ്പൊ അന്നത്തെ സാമൂഹ്യ സിസ്റ്റത്തെ കുറിച്ച്, സോഷ്യൽ സിസ്റ്റത്തെ കുറിച്ച് കുറെ കാര്യങ്ങൾ ചോദിച്ചു. അപ്പൊ നമുക്ക് തോന്നി ഈ സമയത്താണോ ഇതൊക്കെ ചോദിക്കേണ്ടതെന്നൊക്കെ തോന്നാം. പക്ഷെ ഇതൊക്കെ നമുക്ക് അറിവ് കിട്ടുന്നതിന് വേണ്ടി ഒരു ഇതാണ്. അന്നത്തെ കാലമല്ല ഇന്നത്തെ കാലം എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു ഹിന്റ് തന്നു. പിന്നെ അതുപോലെ പറയുന്നു, ശക്തിയിൽ തുല്യരുമായിട്ടാണ് ഏറ്റുമുട്ടേണ്ടത്, അതിനേക്കാൾ കുറഞ്ഞവരിൽ നിന്ന് പരാജയം ഉണ്ടാകാൻ പാടില്ല. പക്ഷെ ഒരു പ്രബല ശക്തിയിൽ നിന്ന് പരാജിതനാകുന്നതിന് കുഴപ്പവുമില്ല. അങ്ങനെ അപ്പൊ അർജുനൻ ഭീഷ്മരിൽ നിന്ന് പരാജിതനായാൽ അവിടെ ഒരു പ്രശ്നമില്ല. കാരണം എന്താ? അതിനേക്കാൾ എത്രയോ പ്രായത്തിലാണെങ്കിലും ശരി, ശക്തിയിലാണെങ്കിലും ശരി, എല്ലാ രീതിയിലും ജീവിത രീതിയിലും എല്ലാം ഉന്നതനായിരുന്നു ഭീഷ്മര്. അതുകൊണ്ട് അവിടെ ശ്രേഷ്ഠനായ ഭീഷ്മരിൽ നിന്നും പരാജിതനാകുന്നതിൽ അർജുനന് യാതൊരു നാണക്കേടും ഉണ്ടായിരുന്നില്ല. പക്ഷേ കർണനുമായിട്ട് നോക്കുമ്പോൾ അർജുനൻ ഒരു തുല്യ ശക്തരായിരുന്നു. അവിടെ പരാജിതനാകാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കൃഷ്ണൻ അവിടെ ആ സമയത്ത് അർജുനൻ ധർമ്മത്തെ പിടിച്ചു നിർത്താൻ നോക്കി, അല്ലെ? കർണൻ പരാജയപ്പെടുത്താൻ നോക്കിയ അവസരത്തിൽ കൃഷ്ണൻ എന്ത് ചെയ്തു? അവിടെ സഹായിച്ചു, അല്ലെ? അല്ലായിരുന്നെങ്കിൽ ആ സമയത്ത് കർണന് അർജുനനെ വധിക്കാൻ കഴിയുമായിരുന്നു. അത് നടക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? യുദ്ധസമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് എന്ത് ചെയ്തു? കൃഷ്ണൻ രണ്ടടി തേരി താഴ്ത്തി. എന്തുകൊണ്ട് താഴ്ത്തി എന്ന് ചോദിച്ചാൽ, അവിടെ ഇവര് പല കർണൻ എന്നും അവരെ ഉപദ്രവിച്ചിട്ടുള്ളേ ഉള്ളൂ. അപ്പൊ ആ ഒരു ഉപദ്രവമെല്ലാം നീ ഓർക്കേണ്ടതുണ്ട്. അപ്പൊ നീ ഓർത്ത് വേണം പെരുമാറാൻ എന്ന് അർജുനനോട് ഉപദേശിക്കുന്നുണ്ട് ഭഗവാൻ അവിടെ ഇരുന്നു കൊണ്ട്. അപ്പൊ നിന്നോട് ചെയ്ത ഈ പാപകർമ്മങ്ങളെല്ലാം നീ മറന്നുപോയോ? അഥവാ തെറ്റ് ചെയ്യുക, ആ യുദ്ധത്തിന്റെ രീതി മാറ്റേണ്ടി വന്നപ്പോൾ കൃഷ്ണൻ ചോദിക്കുന്നു, ഇതുവരെയും നിന്നോട് ചെയ്തിട്ടുള്ള അധർമ്മ കർമ്മങ്ങൾ എതിരേ പോയിന്ന് ജയിക്കുന്നു ധർമ്മം. അപ്പൊ ഇത്ര കാലവും നിങ്ങള് ചെയ്തിട്ടുള്ള അധർമ്മ കർമ്മങ്ങളെല്ലാം പോയി ഇന്ന് ആ ധർമ്മത്തിന് പ്രാധാന്യം കൊടുക്കണമെങ്കിൽ ഇവിടെ നിന്നെ പരാജയപ്പെടുത്തേണ്ടിയിരിക്കുന്നു എന്നുള്ള സത്യം അവിടെ വിളിച്ചു പറയുന്നു. അതങ്ങനെയാണ്. അപ്പൊ അവിടെ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന ചോദ്യത്തിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് അറിയാം. നമുക്ക് ഇന്ന് അതിനെക്കുറിച്ച് പല ചോദ്യങ്ങളും വരാറുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ആദ്യ തൊട്ടേ അധർമ്മത്തിന്റെ സ്ഥാനത്ത് നിന്നവനായിരുന്നു കർണൻ എന്നുള്ളത് കൊണ്ടാണ് അവിടെ ഭഗവാൻ അതിനെ ഉപദേശിക്കുന്നത്. അങ്ങനെ സമൂഹത്തിലെ പ്രത്യേകതകളെ കുറിച്ച് പറയാണ്. അങ്ങനെയൊക്കെ എന്തെങ്കിലും സംഭവിച്ചോ എന്നുള്ള ഒരു ചോദ്യമാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പം ഇത് ഒരു അപമാനകരമായിട്ട് ഇതൊന്നും എടുക്കേണ്ട കാര്യമില്ല. ചിലപ്പോൾ എന്തെങ്കിലും സമൂഹത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന് വരും. അവിടെ നിനക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്ന് ചോദിക്കുന്നു. പിന്നെയും ദ്വാരകയിൽ നിന്നും കൊട്ടാരത്തിലേക്ക് മടങ്ങുന്ന മാർഗമധ്യേ അനിഷ്ട സംഭവങ്ങൾ വല്ലതും ഉണ്ടായോ എന്ന് മഹാരാജാവ് യുധിഷ്ഠിരൻ അനുജനോട് അന്വേഷിക്കുകയാണ് ഇതിൽ കൂടി ചെയ്തത്. അപ്പം സമൂഹ സിസ്റ്റമാണ് പറഞ്ഞു തന്നത്. അന്നത്തെ കാലഘട്ടത്തെ കുറിച്ചൊന്ന് ഹിന്റ് ചെയ്തു. അതുപോലെ ഓരോ പ്രത്യേക ആൾക്കാരുടെയും ജനനത്തിന്റെ പ്രത്യേകതയെ കുറിച്ച് ഇവിടെ പറഞ്ഞു തരികയാണ് ചെയ്തത്. ഹരേ കൃഷ്ണ. ഇനി അടുത്ത ശ്ലോകം. അപീസിത് പര്യഭുക്ത്വാസ്ത്വം സംഭോജ്യാൻ വൃദ്ധബാലകാൻ യുഗുപ്സിതം കർമ്മ കിഞ്ചിത് കൃതവാൻ നയദക്ഷമം. അപീസ്വിത് പര്യഭുക്ത്വാസ്ത്വം സംഭോജ്യാൻ വൃദ്ധബാലകാൻ യുഗുപ്സിതം കർമ്മ കിഞ്ചിത് കൃതവാൻ നയദക്ഷമം. അപീസ്വിത് പര്യ ഭുങ്ക്ത, കുറച്ച് പുതിയ വാക്കുകളാണ്, ശ്രദ്ധിച്ചോളൂ. ഭുങ്ക്ത, ത്വം, സംഭോജ്യാൻ, വൃദ്ധ ബാലകാൻ, ജുഗുപ്സിതം,
കർമ്മ കിഞ്ചിത് കൃതവാൻ ന യത് അക്ഷമം. അപി സ്വിത് പര്യപുങ്ക്താസ്ത്വം. ഒരു അപി എന്ന് പറഞ്ഞാൽ വേറെ എടുക്കാം. അപി സ്വിത്ത് എന്ന് പറയുമ്പോൾ ഇതെല്ലാം ഇതേ രീതിയിലായിരിക്കുന്ന പക്ഷം, ഇങ്ങനെ ആയിരിക്കുന്ന പക്ഷം എന്നൊക്കെ നമ്മൾ സംസാരിച്ചു വരുമ്പോ പറയുന്നതാണ്. ഇങ്ങനെ ആയിരിക്കുന്ന പക്ഷം. അപി സ്വിത് പര്യപുങ്ക്ത്വാസ്ത്വം. പര്യ എന്ന് വെച്ചാൽ മാറ്റി നിർത്തുക. പര്യ. പുങ്ക്ത്വ എന്ന് വെച്ചാൽ കഴിക്കുക എന്നുള്ള അർത്ഥമാണ്. അപി സ്വിത് പര്യപുങ്ക്താസ്ത്വം. അവിടെ ഒരു വിസർഗം വന്നു. പുങ്ക്ത കഴിഞ്ഞിട്ട് വിസർഗം, പിന്നെ ത്വം. അതാണ് സായ് അവിടെ വന്നത്. പുങ്ക്താസ്ത്വം സംഭോജ്യാൻ. ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ അർഹതയുള്ള, സംഭോജ്യാൻ. വൃദ്ധജനങ്ങൾ, ബാലകന്മാർ, ജുഗുപ്സിതം എന്ന് വെച്ചാൽ വെറുക്കത്തക്ക, ചെറുത്തു നിൽക്കത്തക്ക, ഇതൊക്കെ പറയും. കർമ്മ എന്ന് പറഞ്ഞാൽ പ്രവൃത്തി. കിഞ്ചിത് എന്തെങ്കിലും. കൃതവാൻ നീ പ്രവർത്തിച്ചോ, നീ അങ്ങനെയുള്ളവനായി മാറിയോ. ന അല്ല. യത് അത്. അക്ഷമം അക്ഷന്തവ്യമായ, എന്ന് വെച്ചാൽ ക്ഷമിക്കാൻ കഴിയാത്തതായ എന്നുള്ളതാണ്. അപി സ്വിത് പര്യപുങ്ക്താസ്ത്വം സംഭോജ്യാൻ വൃദ്ധബാലകാൻ യുഗുപ്സിതം കർമ്മ കിഞ്ചിത് കൃതവാൻ ന യദക്ഷമം. യത് എന്ന് വെച്ചാൽ അത്, അക്ഷമം എന്ന് വെച്ചാൽ പൊറുക്കാൻ പറ്റാത്തത്. അപ്പം അപി സ്വിത് പര്യപുങ്ക്താസ്ത്വം സംഭോജ്യാൻ വൃദ്ധബാലകാൻ യുഗുപ്സിതം കർമ്മ കിഞ്ചിത് കൃതവാൻ ന യദക്ഷമം. അപി സ്വിത് പര്യപുങ്ക്താസ്ത്വം സംഭോജ്യാൻ വൃദ്ധബാലകാൻ യുഗുപ്സിതം കർമ്മ കിഞ്ചിത് കൃതവാൻ ന യദക്ഷമം. ഹരേ കൃഷ്ണ. വായിച്ചോളൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. അഭിസിത് പര്യപുങ്കസ്താം സംഭോജ്യാൻ വൃദ്ധബാലകൻ യുഗുപ്സിതം കർമ്മ കിഞ്ചിത് കൃതവാൻ ന യദാശ്രമം. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. പര്യപുങ്ക്താസ്ത്വം അങ്ങനെ എടുക്കണേ. പര്യപുങ്ക്താസ്ത്വം, അതുപോലെ യദക്ഷമം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വാസുദേവായ. അഭിസിത് പര്യപുങ്ക്താസ്ത്വം സംഭോജ്യാൻ വൃദ്ധബാലകാൻ ജുഗുപ്സിതം കർമ്മ കിഞ്ചിത് കൃതവാൻ ന യദക്ഷമം. ഒരാളൂടെ വായിച്ചോളൂ. ഹരേ കൃഷ്ണ. അഭിസിത് പര്യപുങ്ക്താസ്ത്വം സംഭോജ്യാൻ വൃദ്ധബാലകാൻ ജുഗുപ്സിതം കർമ്മ കിഞ്ചിത് കൃതവാൻ ന യദക്ഷമം. ഹരേ കൃഷ്ണ. ഇവിടെ പറയുന്നത് വിവർത്തനം, ട്രാൻസ്ലേഷൻ സി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുവാദിക്ക്. അങ്ങയോടൊപ്പം ആഹരിക്കാൻ തക്ക യോഗ്യരായ വയോധികരെയും ബാലകന്മാരെയും അങ്ങ് വേണ്ടവണ്ണം ശ്രദ്ധാപൂർവം പരിരക്ഷിച്ചില്ലയോ? അവരെ ഉപേക്ഷിച്ച് അങ്ങ് മാത്രം ഭക്ഷണം കഴിച്ചുവോ? ഇന്യമെന്ന് കരുതപ്പെടുന്ന ഏതെങ്കിലും അക്ഷന്തീപമായ അപരാധം അങ്ങ് ചെയ്തുവോ എന്നാണ് ചോദ്യം. അപ്പൊ ഇനി അടുത്തതായിട്ട് എന്തൊക്കെ നടക്കാം എന്നുള്ള എന്തൊക്കെ കാരണങ്ങളാണെന്ന് ചോദിക്കുന്നു. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ആരെങ്കിലും ശിശുക്കൾക്ക് അല്ലെങ്കിൽ ഏറ്റവും പ്രായമുള്ള ആൾക്കാർക്ക്, അതുപോലെ ബ്രാഹ്മണർക്ക്, അതുപോലെ രോഗികൾക്ക്, അപ്പം ഒക്കെയാണ് ആഹാരം അവർക്കൊക്കെ കൊടുത്തിട്ടാണ് ഒരു ഗ്രഹസ്ഥന്റെ പ്രത്യേകതകളാണ്. അപ്പൊ സമൂഹത്തിൽ ഗ്രഹസ്ഥനും ഉണ്ട്, ഗ്രഹമേധിയുമുണ്ട്. ആർക്കെങ്കിലും പറയാമോ എന്താണ് ഈ ഗ്രഹസ്ഥൻ ഗ്രഹമേധി? ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, ഓർമ്മയുണ്ടോ? സമൂഹത്തിലെ പുരുഷന്മാര് ഗ്രഹസ്ഥനുമുണ്ട്, ഗ്രഹമേധിയുമുണ്ട്. ഗ്രഹസ്ഥൻ എന്ന് പറയുമ്പോഴേ ഈ പ്രകാരമുള്ള നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് വേണ്ട വിധത്തിൽ ഒരു കുടുംബത്തെ വേണ്ട വിധത്തിൽ പോറ്റി നടത്തുന്ന ആള് എന്ന് വെച്ചാൽ ആ കുടുംബത്തിൽ ഭാര്യയെയും മക്കളെയും എല്ലാവരെയും അതുപോലെ ഭഗവാന്റെ പാദപങ്കജത്തിലേക്ക് കൊണ്ടുവരത്തക്ക രീതിയിലുള്ള അറിവ് നൽകി ആത്മീയമായി തന്റെ കുടുംബത്തെ ഉയർത്തിക്കൊണ്ടുവരേണ്ട ബാധ്യതയുള്ള ഒരു പുരുഷൻ ആണ്. അങ്ങനെ ചെയ്യുന്നവനെയാണ് ഗൃഹസ്ഥൻ എന്ന് പറയുന്നത്. സമൂഹത്തിൽ നന്നായി ജീവിച്ചുകൊണ്ട് തന്റെ കുടുംബത്തെ വേണ്ട വിധത്തിൽ
ആത്മീയമായി ഉയർത്തിക്കൊണ്ടുവരാനും തൻ്റെ കുട്ടികളെ ആ രീതിയിലേക്ക് ഭഗവാന്റെ രീതിയിലേക്ക് നയിക്കാനുമുള്ള ബാധ്യത കാണിച്ച് അത് ചെയ്യുന്ന വ്യക്തിയാണ് ഒരു ഗൃഹസ്ഥൻ എന്ന് പറയുന്നത്. ഗ്രഹമേതി എന്ന് പറഞ്ഞാല് സമൂഹത്തിൽ ജീവിക്കുന്നു, പക്ഷെ ഞാനും എൻ്റെ കുടുംബം അവിടെ മറ്റൊന്നിനുമില്ല. എൻ്റെ കുടുംബത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാകുന്നു. അല്ലാതെ ഭഗവാനെ കുറിച്ചോ മറ്റു രീതിയിലേക്ക് കുട്ടികളെ കൊണ്ടുവരണമെന്നോ അങ്ങനെയുള്ള ഒരു ചിന്തയൊന്നും അവർക്ക് ഇല്ല. ഏത് രീതിയിലും ധനപരമായിട്ടാണെങ്കിലും സ്വത്തുപരമായിട്ടാണെങ്കിലും എൻ്റെ കുടുംബം മാത്രം ഉന്നതമായിരിക്കണം എന്ന് കാണുന്ന വ്യക്തിയാണ് ഗ്രഹമേതി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഗൃഹസ്ഥന്മാരുടെ കർത്തവ്യം എന്തൊക്കെയാണ് ആദ്യത്തെ ഒരു കർത്തവ്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ആഹാരം എല്ലാവരും കഴിക്കുന്നുണ്ട്. ആഹാരം ഇല്ലാതെ ആർക്കും ഇരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഒരു ഗൃഹസ്ഥാശ്രമി ഏത് സമയത്താണെങ്കിലും ആരെങ്കിലും നമ്മൾക്ക് സമീപത്ത് ആരെങ്കിലും വിശന്നിരുന്നാൽ അവർക്ക് അല്പം ആഹാരം കൊടുത്തതിന് ശേഷം വേണം ആഹാരം കഴിക്കാൻ എന്നുള്ളതാണ് ഒരു ഗൃഹസ്ഥാശ്രമിയുടെ കർത്തവ്യത്തിൽപ്പെടുന്നത്. അപ്പം ഇനി അന്നത്തെ കാലഘട്ടത്തിൽ ഇന്നങ്ങനെ ഇല്ല. ഇന്നിപ്പം എല്ലാവരും ഒരു അണുകുടുംബമായി എല്ലാവരും അവരുടെ കുടുംബത്തെ മാത്രം നോക്കി പോകുന്നവരാണ്. അപ്പം ഇനി വിശന്നിരിക്കുന്നവരൊക്കെ നമുക്ക് അറിഞ്ഞുകൂടാത്തവരാണെങ്കിൽ പോലും അവരെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, അവരെ ആഹാരത്തിന് ക്ഷണിക്കേണ്ടത് ഒരു ഉത്തമ ഗൃഹസ്ഥാശ്രമിയെ സംബന്ധിച്ച് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് ആയിരിക്കും. അപ്പൊ നമുക്കറിയാം പണ്ട് കാലങ്ങളിലൊക്കെ നമ്മുടെയൊക്കെ കുടുംബങ്ങളിലെ വലിയ കുടുംബമായിരുന്നില്ല ആ കാലഘട്ടത്തിൽ. അപ്പൊ അവിടെ എന്ത് ചെയ്യും, വൈകിട്ട് തന്നെ ആഹാരം കഴിക്കുന്നതിന് മുമ്പായിട്ട് ഇനി ആരെങ്കിലും വഴിയിലുണ്ടോ എന്ന് ആഹാരം കഴിക്കാത്തവരാരെങ്കിലും ഉണ്ടോ എന്ന് വിളിച്ചു ചോദിച്ചതിന് ശേഷം മാത്രമേ അവര് അവിടുത്തെ ഗൃഹനാഥ ആഹാരം കഴിക്കുമായിരുന്നുള്ളൂ. അവിടേക്ക് അത് അത്രമാത്രം ശ്രദ്ധയോടുകൂടിയാണ് മറ്റുള്ളവരാരെങ്കിലും വിശന്നിരിക്കുന്നവരുണ്ടോ എന്ന് ശ്രദ്ധിക്കുമായിരുന്നു. എന്നിട്ടേ ഒരു കഥ അടയ്ക്കുമായിരുന്നുള്ളൂ ആ കാലഘട്ടത്തില്. ഇന്നത്തെ പോലെ ഇന്നത്തെ രീതിയായിരുന്നില്ല അന്ന്. അതുകൊണ്ട് അപ്പം വിശന്നിരിക്കുന്ന ആരെങ്കിലും വീതിയിലുണ്ടോ എന്ന് നിർബന്ധമായും വിളിച്ചു ചോദിക്കേണ്ടത് ഉത്തമമായ ഒരു ഗൃഹസ്ഥാശ്രമയുടെ കർത്തവ്യമായിരുന്നു. അപ്പം അങ്ങനെ ഇത്തരം നിർദ്ദിഷ്ടമായ കർത്തവ്യങ്ങളുടെ ഉപേക്ഷ ശിശുക്കളുടെയും അതുപോലെ വൃദ്ധജനങ്ങളുടെയും കാര്യത്തിലുള്ള അനാസ്ഥ അക്ഷന്തവ്യമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് കാലഘട്ടത്തിലാണെങ്കിൽ പ്രായം ചെന്നവരെ കൊണ്ട് വൃദ്ധജനങ്ങൾക്ക് അവരുടേത് വയോജനങ്ങൾക്ക് താമസിക്കാനുള്ള ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ടാക്കുന്നു. പല മക്കൾക്കും ഇന്ന് അമ്മയും അച്ഛനെയും നോക്കാൻ സമയമില്ല. അവർക്ക് ഒട്ടും തന്നെ അതിനുള്ള സൗകര്യമില്ല. കാരണം ജോലി തേടി അവിടെ ഇവിടെ നടക്കുകയാണ്. അവരുടെ മക്കളെ വളർത്തണം, അവരുടെ കുടുംബം നോക്കണം, പണം ഉണ്ടാക്കണം, ഇങ്ങനെ ആ കാര്യത്തിൽ മുഴുകിപ്പോവുകയാണ്. അപ്പൊ മക്കളെ പഠിപ്പിക്കാൻ പോകുന്നോ, വീട്ടുകാര്യങ്ങൾ നോക്കാൻ പോകുന്നോ, അങ്ങനെ വരുമ്പോഴേ ഈ അച്ഛനും അമ്മയുമായിട്ടുള്ള ബന്ധം മാറിപ്പോവുകയാണ്. അപ്പൊ അവരെ നോക്കാൻ ഇവർക്ക് കഴിയുന്നില്ല. കാരണം ഭാര്യയും ഭർത്താവും ജോലിക്ക് പോകും, മക്കളെ സ്കൂളിൽ വിടണം. ഇങ്ങനെയൊക്കെ ഒരു ജോലിക്കാരെയും നിർത്താനുള്ള സൗകര്യമില്ല. നിർത്തിയാൽ തന്നെ അവർ പറ്റിച്ചുകൊണ്ട് പോകുന്നത് എപ്പോഴാണെന്ന് അറിയില്ല. അപ്പൊ കുടുംബത്തിലെ പ്രശ്നങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ കലിയുഗം വളരെ മാറിയിരിക്കുന്നു. നമുക്ക് പണ്ടത്തെ കാലത്തെ കുറിച്ച് ചിന്തിച്ചാൽ പോലും നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ കഴിയാത്ത രീതിയിലായിരുന്നു. അങ്ങനെയൊക്കെയുള്ള എക്സാമ്പിൾസ് ഇവിടെ കാണുമ്പോൾ നമുക്ക് അതിശയം തോന്നാറുണ്ട്, അല്ലേ? അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത കാര്യം എന്താണെന്ന് പറയാം. ഇങ്ങനെ പല ആംഗിളിൽ കൂടിയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കച്ചിത് പ്രേഷ്ടതമേ നാഥ ഹൃദയേനാത്മബന്ധുന ശൂന്യോസ്മി മഹിതോ നിത്യം മന്യസേതേ അന്യഥാനരുക്. കച്ചിത് പ്രേഷ്ടതമേ നാഥ ഹൃദയേനാത്മബന്ധുന ശൂന്യോസ്മി രഹിതോ നിത്യം മന്യസേതേ അന്യഥാനരുക്. കശ്ചിത് പ്രേഷ്ടതമേന അഥ പിന്നെ ഹൃദയേന ആത്മബന്ധുന ശൂന്യ അസ്മി രഹിത ശൂന്യോസ്മി രഹിതോ എന്നാണ്. ശൂന്യ അസ്മി രഹിത. ആരുടെയും പുസ്തകത്തിൽ മായ ഉണ്ടെങ്കിൽ അത് വെട്ടിക്കണം. ശൂന്യ അസ്മി രഹിത നിത്യം മന്യസേ തേ അന്യഥ ന രുക്. കച്ചിത് എന്ന് വെച്ചാൽ അല്ല, അതോ പ്രേഷ്ടതമേന ഏറ്റവും പ്രിയപ്പെട്ട ആൾക്ക് എന്നുള്ള അർത്ഥമാണ്. അഥ പ്രേഷ്ടതമേ
പ്രേഷ്ടതമേന അഥ, അതിനെ പിരിക്കുമ്പോഴേ പ്രേഷ്ടതമേന പ്ലസ് അഥ, പ്രേഷ്ടതമേന അഥ. അഥ എന്ന് വെച്ചാൽ എന്റെ സഹോദര എന്നുള്ള വിളിയാണ്. താത എന്ന് പറയുമ്പോഴും ചിലപ്പോൾ സഹോദര നമ്മൾ കേട്ടു അല്ലെ, താത. അതുപോലെ അഥ, ഇതൊക്കെ ചിലടത്ത് സംസ്കൃതത്തിൽ ചില ആ ഒരു ബന്ധം കാണിക്കാൻ വേണ്ടി വിളിക്കുന്നു എന്നുള്ളത്. അഥ എന്റെ സഹോദര അർജുന. ഹൃദയേന, ഹൃദയം എന്ന് വെച്ചാൽ ഹൃദയമായ അടുപ്പമുള്ള, ആത്മബന്ധുന സ്വന്തം ആത്മമിത്രം, ശൂന്യമായ അസ്മി ഞാനാകുന്നു, രഹിത നഷ്ടപ്പെടുകയാൽ, നിത്യം എല്ലാ സമയത്തും, മന്യസേ താങ്കൾ വിചാരിക്കുന്നു, തേ അങ്ങയുടെ, അന്യഥ അല്ലാത്ത പക്ഷം, ന ഒരിക്കലും, രുക് മാനസിക പ്രയാസം. ഇപ്പൊ ഇവിടെ പറയുന്നു കച്ചിത് എല്ലാം ചോദിച്ചു കഴിഞ്ഞിട്ട് പറയാണ്, കശ്ചിത് പ്രേഷ്ടതമേനാഥ, അതോ അത്യന്തം പ്രിയപ്പെട്ടവനെ എന്നുള്ള അർത്ഥത്തിലാണ്. നാഥ സഹോദര അർജുന, അഥ അതാണ്. അപ്പം ഹൃദയേന ഏറ്റവും അടുപ്പമുള്ള, ആത്മബന്ധുന സ്വന്തം ആത്മമിത്രം ആരാണ്? ശ്രീകൃഷ്ണ ഭഗവാൻ. ശൂന്യോസ്മി, അങ്ങനെ ശൂന്യ അസ്മി ശൂന്യമായോ എന്നുള്ള, ശൂന്യ അസ്മി രഹിത നഷ്ടപ്പെട്ടുവോ, നിത്യം മന്യസേ തേന്യഥാനരുക് ഭഗവാൻ ഇട്ടിട്ട് പോയോ എന്നുള്ള കാര്യമാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പം ശൂന്യോസ്മി രഹിതോ നിത്യം മന്യസേ തേ അന്യഥാനരുക് കച്ചിത് പ്രേഷ്ടതമേനാഥ ഹൃദയേനാത്മബന്ധുന ശൂന്യോസ്മി രഹിതോ നിത്യം മന്യസേ തേ അന്യഥാനരുക്. വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. കച്ചിത് പ്രേഷ്ടതമേ നാഥ ഹൃദയേനാത്മബന്ധുന ശൂന്യോ അസ്മി രഹിതോ നിത്യം മന്യസേ തേ അന്യഥാനരുക്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കച്ചിത് പ്രേഷ്ടതമേ താത കൃതേനാത്മബന്ധുന ശൂന്യോസ്മി രഹിതോ നിത്യം മന്യസേ തേ അന്യഥാനരുക്. ഹരേ കൃഷ്ണ. അവസാനം ചോദിക്കുകയാണ്, ഇത് നേരത്തെ സംശയമുള്ളതാണ് അല്ലെ. അപ്പം ഇവിടെ ചോദിക്കാൻ, അതോ അങ്ങയുടെ ആത്മമിത്രമായ ശ്രീകൃഷ്ണ ഭഗവാന്റെ അഭാവ നിമിത്തമാണോ അങ്ങ് സദാ വികാരശൂന്യനായി കാണപ്പെടുന്നത്? ഹേ എന്റെ പ്രിയ സഹോദര അർജുന, അങ്ങ് ഇത്രയധികം വിഷമിക്കുന്നതിനായി കാണപ്പെടുന്നതിന് മറ്റൊരു കാരണവും മനനം ചെയ്യാൻ എനിക്ക് കഴിയുന്നില്ല എന്നാണ് പറയാം. അപ്പം ഇത്രയും എല്ലാം ചോദിച്ചിട്ട് പിന്നെ പറയുകയാണ്, അതോ ഭഗവാൻ ഇവിടെ നിന്ന് ഈ ലോകദൃഷ്ടിയിൽ നിന്നും ഭഗവാൻ അപ്രത്യക്ഷനായോ എന്ന് ചോദിക്കുകയാണ്. അപ്പം അങ്ങനെ ഉണ്ടാകുന്ന അവസ്ഥയെ കുറിച്ച് ഒരു സ്വന്തം സുഹൃത്ത് എന്ന് വെച്ചാൽ എപ്പോഴും കൂടെ നടക്കുന്ന അർജുനുണ്ടാകുന്ന വിഷമത്തെ കുറിച്ച് അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹത്തിന് തന്നെ എത്രമാത്രം വിഷമമാണെന്നുള്ളത് അറിയാം. അതുപോലെ അതിനൊക്കെ കൂടുതലായി ഏത് സമയത്തും കൂടെ ഊണിലും ഇരിപ്പിലും നടപ്പിലും എപ്പോഴും കൂടെ ഉണ്ടായിരുന്ന തെറ്റ് നഷ്ടപ്പെട്ടോ എന്നുള്ളതാണ്. അപ്പൊ മഹാരാജാവ് യുധിഷ്ഠിരൻ ഇത് നേരത്തെ അനുമാനിച്ചിരുന്നതാണ്. അപ്പം ഈ തീവ്രമായ വിഷമം അദ്ദേഹം കാണിച്ചപ്പോൾ, വിരഹ ദുഃഖം പോലെ ആ വിഷാദം കണ്ടപ്പോൾ ആ നിഗമനമൊക്കെ ശരിയായതായി യുധിഷ്ഠിരന് തോന്നി. അല്ലെങ്കിൽ അവിടെ നിന്ന് വരുമ്പോൾ ഇങ്ങനെ ഇത്രയും ദുഃഖത്തോടുകൂടി അർജുനനെ കാണേണ്ട കാര്യം എന്താണുള്ളത്? അപ്പം ഒന്നിനും മറുപടി വരുന്നില്ല. എല്ലാം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു, ഇതിനൊന്നും മറുപടി പറയുന്നില്ല. അപ്പോഴാണ് അവസാനത്തെ കൈയായിട്ട് ഇത് ചോദിക്കുന്നത്. അപ്പം ശ്രീനാരദൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, അത് അങ്ങനെ തുറന്ന മനസ്സോടെ ഈ കാര്യങ്ങളെ കുറിച്ച് ആരായാൻ അദ്ദേഹം പറയേണ്ടി വന്നു. കാരണം ചോദിക്കേണ്ടി വന്നു. എന്തുകൊണ്ടെന്നാൽ ഇപ്പോഴും അർജുനൻ ഇതുവരെയും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്രകാരം ചോദിക്കേണ്ടതായിട്ട് വരുന്നത് എന്ന് നമുക്കറിയാം. അപ്പം ഭഗവാൻ ഇവിടെ നിന്ന് പോയോ, ഭഗവാൻ ഈ ഭൂമിയിൽ നിന്ന് ഭഗവാന്റെ സാന്നിധ്യം പോയോ എന്നുള്ള അപ്പൊ അവിടെ നിന്ന് പോയി എന്ന് പറഞ്ഞാൽ പോയി കഴിഞ്ഞാലും ഭഗവാൻ ഇവിടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. ഉണ്ട് എങ്കിലും ഭഗവാന്റെ ശരീര സാന്നിധ്യം ഇവിടെ നിന്ന് മാറിയോ എന്ന് ചോദിക്കുന്നു. അവിടെയാണ് അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാന്റെ തിരോധാനം എന്ന ശ്രീമദ് ഭാഗവതം പ്രഥമ സ്കന്ധം 14-ാം അധ്യായത്തിന്റെ ഭക്തിവേദാന്ത വ്യാഖ്യാനം ഇപ്രകാരം സമാപിക്കുന്നു. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച. ഇത് തന്നിട്ട് ഭഗവാൻ നമുക്ക് തന്ന ആ ഉപദേശം,
ആ ഉപദേശം തന്നിട്ട് ഭഗവാൻ പോയോ എന്നാണ് ഇവിടെ ചോദ്യം വരുന്നത്. അപ്പം സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ ഹരേ കൃഷ്ണ. അപ്പൊ ഇത്രയുമാണ് ഈ ഒരു അധ്യായത്തിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ഈ അധ്യായത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടായിട്ട് തോന്നിച്ചോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാൻ. നമ്മൾ അടുത്തത് തുടങ്ങുകയാണ്. ഹരേ കൃഷ്ണ. ഇപ്പൊ സാധാരണ ഒരു വ്യക്തിക്ക് സാത്വിക വികാരങ്ങൾ വരും അല്ലെ? എന്തൊക്കെയാണ്? അഷ്ടസാത്വിക വികാരങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ. അപ്പൊ എന്തൊക്കെയാണ് ഈ അഷ്ടസാത്വിക വികാരങ്ങൾ എന്ന് പറയുന്നത്? ആർക്കെങ്കിലും അറിയാമോ? ഇപ്പം എന്താണ്? അശ്രുക്കൾ ഉണ്ടാകാറുണ്ട്. അപ്പൊ കരച്ചില് അല്ലെ? എന്തെങ്കിലും കേൾക്കുമ്പോൾ നമുക്ക് കരയുന്ന ഒരു ഭാവമുണ്ട്. അതുപോലെ ഭയക്കുന്ന ഒരു ഭാവമുണ്ട്, ഭയന്നു പോവുക. പിന്നെ സ്തംഭിച്ചു നിൽക്കുക, ട്രംബിൾഡായി ഭയന്ന് ഒന്നും ചെയ്യാൻ വയ്യാത്ത അവസ്ഥയിൽ അങ്ങ് സ്തംഭിച്ചു നിൽക്കുക. സ്വേദം വരിക. സ്വേദം വരിക എന്ന് പറഞ്ഞാൽ എന്താണ്? ശരീരത്തിൽ നിന്ന് വിയർപ്പ് തുള്ളികൾ ഇതിനെ കേൾക്കുമ്പോഴത്തെ ഭയന്ന് വിറച്ച് ശരീരത്തിൽ നിന്ന് വിയർപ്പ് തുള്ളികൾ വരിക. അങ്ങനെ ആ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വരാറുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് ഭഗവാനെ കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ചിലപ്പോൾ നമ്മൾ ഡാൻസ് ചെയ്യാറുണ്ട്. ഭഗവാന്റെ ആ വികാരത്തിൽ ഭഗവാനെ കുറിച്ച് ഓർത്തിട്ട് ഭഗവാനെ കുറിച്ച് പറയുന്ന അവസരത്തിൽ നമുക്ക് ശരീരം തന്നെ നമ്മൾ അങ്ങ് അറിയാതെ അനങ്ങിപ്പോകുന്ന ഭാവമുണ്ട്. അങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്ന ഭാവമുണ്ട് അല്ലെ? എന്തെങ്കിലും ഹലോ എന്തെങ്കിലും കേൾക്കുമ്പോൾ തന്നെ നമ്മളിൽ നിന്ന് അറിയാതെ ഒരു സൗണ്ട് വരിക, നമ്മൾ അറിയാതെ ശരീരം ഡാൻസ് ചെയ്യുന്നത് പോലെ ആയിത്തീരുക. ഇങ്ങനെയൊക്കെ അങ്ങനെ പല ഭാവങ്ങളും നമുക്ക് ഉണ്ടാകാറുണ്ട്. അപ്പൊ ഇവിടെ അതുപോലെ എന്ത് ഭാവമാണ് അർജുനനുണ്ടായത് എന്നതിനെ കുറിച്ച് ഒരു വിശകലനമാണ് ഇവിടെ കാണിച്ചത്. അപ്പം ആ ഹുങ്കാര ശബ്ദം പുറപ്പെടുവിക്കുക, ഡാൻസ് ചെയ്യുക, ഇതൊന്നും ഇവിടെ കണ്ടില്ല. ഇവിടെ എന്താണ്? അപ്പം ദുഃഖത്തിന്റെ ഭാവമാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ടാണ് ഈ വിധത്തിലുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചത്. പിന്നീട് ഇതിനകത്ത് എന്താണ് പറയാനുള്ളത്? ഭഗവാൻ പോയി കഴിഞ്ഞു. അപ്പൊ ഭഗവാൻ പോയി കഴിഞ്ഞു എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഭഗവാന്റെ പല ശക്തികൾ ഭഗവാനുണ്ടെന്ന് പറഞ്ഞു. അന്തരംഗ ശക്തികളെ പ്രധാനപ്പെട്ടത് ഏതൊക്കെയാണ്? എന്തെല്ലാമാണ് ഭഗവാൻ ഇവിടെ ഇട്ടിട്ട് പോയത്? ഭഗവാന്റെ അന്തരംഗ ശക്തികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്തൊക്കെയാണ്? രാധാദേവി. രാധാദേവിയാണ് അത് കൺട്രോൾ ചെയ്യുന്നത് അല്ലെ? അന്തരംഗ ശക്തിയുടെ കൺട്രോളറാണ് രാധാദേവി. രാധാദേവിയാണ് ശക്തി സ്വരൂപിണിയായിട്ട് രാധാദേവി കൂടെ നിൽക്കുന്നു. അപ്പം എന്ത് പറയും അതിനെ? ഹ്ലാദിനി ശക്തി, ആഹ്ലാദിനി ശക്തി എന്ന് പറയുന്നു. അപ്പം അതുപോലെ നമുക്ക് ഈ ഭഗവാന്റെ അന്തരംഗ ശക്തി ശ്രീ എന്ന് പറയും. ശ്രീ എന്ന് പറഞ്ഞാല് എല്ലാത്തിന്റെയും ഐശ്വര്യത്തിന്റെ എല്ലാം ശക്തി ഭഗവാനിലാണ്. അപ്പൊ ഇവിടെ നിന്ന് ഭഗവാൻ പോയി എന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഭാവം, അദ്ദേഹത്തിന്റെ ആ ശക്തികളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടോ? ഇവിടെ ആയിരിക്കുമ്പോ ഭൂമിയിൽ അദ്ദേഹത്തിന്റെ ആ ശക്തി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു, അതൊക്കെ നഷ്ടപ്പെട്ടോ? ശ്രീ എന്ന് പറയുമ്പം ആ എല്ലാ സമ്പത്തിന്റെയും ശക്തി ഭഗവാനിലാണ്. പിന്നെ പുഷ്ടി എന്ന് പറയുമ്പം നമുക്ക് ബലം തരുന്ന ശക്തി, ബലത്തിന്റെ ശക്തി, ആരോഗ്യത്തിന്റെ ശക്തി, ബലത്തിന്റെ ശക്തി, പുഷ്ടി. പിന്നെ ഗീർ എന്ന് പറയുമ്പോഴേ നമുക്ക് അറിവിന്റെ ശക്തി. ഇന്നത് ചെയ്യുക. അർജുനനോട് പല സമയത്തും എന്താണ് അശ്വത്ഥാമാവൊക്കെ വന്ന അവസരത്തിൽ എന്തെല്ലാം ചെയ്യാനുള്ള കഴിവുണ്ടായിട്ടും കയ്യിൽ എല്ലാവിധ അസ്ത്രങ്ങളും ഉണ്ടായിട്ടും അർജുനൻ ചോദ്യം ചോദിക്കുന്നത് എന്താണ്? കൃഷ്ണ കൃഷ്ണ മഹാബാഹോ ഭക്താനാം അഭയങ്കര ത്വമേകോ ദഹ്യമാനാനാം അപവർക്കോസി സംസൃതേ എന്നാണ് ചോദ്യം. അല്ലാതെ ഞാനങ്ങ് ചെയ്തേക്കാം, ഞാനങ്ങ് എടുത്ത് ചാടിയേക്കാം എന്നുള്ള ഒരു ഭാവം അവിടെ ഉണ്ടായില്ല. ഭഗവാന്റെ കയ്യിൽ നിന്ന് അറിവ് നേടിയെടുത്തിട്ട് അർജുനൻ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ അവിടെ ആഗ്രഹിച്ചു. ചില സമയത്ത് മായ പിടിക്കുന്ന അവസരത്തിൽ പലയിടത്തും വത്സസ്ഥയും ഒക്കെ നമുക്കറിയാം അല്ലെ? അപ്പൊ ബ്രാഹ്മണന് മക്കളെ രക്ഷിക്കാമെന്ന് പറയുന്ന ചില സമയത്ത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ പൂർണ്ണമായിട്ടും കൂടുതൽ ടൈമും എപ്പോഴും എന്താണ് ചെയ്തിട്ടുള്ളത്? അത് ആ കൃഷ്ണനോടുള്ള അടുപ്പം കൊണ്ടാണ്. കൃഷ്ണൻ കൂടെ നിൽക്കുന്നു, കൃഷ്ണൻ വിചാരിച്ച സാധിക്കാത്തത് എന്താണ് എന്നുള്ള ആ ഒരു അഹന്ത മനസ്സിൽ വരുന്നത് കൊണ്ടാണ്. എന്നുവെച്ചാൽ അത് ആ സമയത്ത് ഭഗവാൻ അതിൽ നിന്ന് രക്ഷിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ അറിവ് നൽകുന്ന ഗീർ എന്ന് പറയുന്ന ശക്തി ഭഗവാൻ ഇവിടെ
വെളിപ്പെടുത്തുന്നു. പിന്നെന്താണ്? കാന്തി. കാരണം കൃഷ്ണൻ ഇവിടെ നടക്കുന്ന അവസരത്തിൽ കാൽപാദങ്ങളിൽ ഉണ്ടായിരുന്ന അടയാളങ്ങളെല്ലാം അവിടെ പതിഞ്ഞിരുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ അവിടെ ആ കാന്തി, സൗന്ദര്യത്തിന്റെ ശക്തി അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ കീർത്തിയുടെ ശക്തി. കീർത്തി എന്ന് പറയുമ്പോൾ എന്താണ്? പ്രശസ്തി. അപ്പം ഭഗവാന്റെ വംശം, ഭഗവാന്റെ ആൾക്കാരെ, ഭഗവാന്റെ പ്രവർത്തനം ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശസ്തിയുടെ ശക്തി. പിന്നെ തുഷ്ടി എന്ന് പറയുമ്പം ത്യാഗത്തിന്റെ ശക്തി ഉണ്ടായിരുന്നു. ഇള എന്ന് പറയുന്നത് ഒരു സന്ധിനി ശക്തിയാണ്, അത് ഭൂശക്തിയാണ്. അവിടെ ഇള എന്ന് പറയുമ്പോൾ ഭൂശക്തി എന്ന് പറയുന്നത്. പിന്നെ ആ ഒരു ശക്തിയാണ് പിന്നീട് ഭൂമിയായി വികസിക്കുന്നത്. ഊർജ എന്ന് പറയുമ്പം ലീലാവിലാസങ്ങൾക്ക് ഭഗവാനുള്ള ശക്തിയാണ്. അങ്ങനെ ഭഗവാന്റെ പ്രധാനപ്പെട്ട അന്തരംഗ ശക്തികളാണ്. അപ്പൊ അത് ഈ ഊർജശക്തിയാണ് തുളസീദേവി ആയതെന്നും പറയപ്പെടും. അപ്പൊ ഇങ്ങനെ പല ശക്തികൾ ഭൂമിയിൽ ഉണ്ടായിരുന്നത് ഭഗവാൻ പോയതോടുകൂടി നമുക്ക് പിന്നെ ശക്തിയായിട്ട് തന്നതാണ് ഈ ശ്രീമദ് ഭാഗവതം. തന്നിട്ട് ഭഗവാൻ പോവുകയാണ്. നമ്മൾ ഓരോരുത്തരും ആ ശ്രീമദ് ഭാഗവതം പഠിച്ചിട്ട് അതുപോലെ കരോഷി യദസ്നാസി യജുഹോഷി ദദാസിയത് യത്തപസ്യസി കൗന്ദേയ തത്പുരുഷോ തർപ്പണം. അപ്പൊ നീ എന്ത് ചെയ്താലും എന്ത് പ്രവർത്തിച്ചാലും ശരി, ഏത് രീതിയിലാ എന്ത് കൊടുത്താലും ശരി, അതെല്ലാം എന്നെ ഓർത്തുകൊണ്ട് ചെയ്യുന്നു. അപ്പം ഭഗവാൻ ഇവിടെ നിൽക്കുമ്പോൾ മാത്രമേ നമ്മൾ അതൊക്കെ ചെയ്യാം, ഓർക്കാവുന്നില്ല. ഏത് സമയത്തും നമുക്ക് ഭഗവാനെ ചിന്തിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാനുള്ള ശക്തി നമുക്ക് തന്നിട്ടാണ് ഭഗവാൻ കൂടിയിരിക്കുന്നത്. അപ്പൊ ഇത്രയും ശ്രീ പുഷ്ടി ഗീർ കാന്തി കീർത്തി തുഷ്ടി ഇള ഊർജ, ഇത്രയും ശക്തികൾ കാണിച്ചു തന്നു ഭഗവാൻ എന്നുള്ളതാണ് ഇവിടെ പ്രശസ്തമാക്കി തന്നു. ഹരേ കൃഷ്ണ. കൂടാതെ ഇതിലെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നമുക്കിനി സമയമില്ല, വേറൊന്നും എടുക്കാനുള്ള സമയമില്ല. മാതാജി, ഇതിനകത്ത് സപ്തമാതാക്കൾ ആരൊക്കെയാന്നാ പറഞ്ഞത്? അത് നമുക്ക് ആ പുസ്തകത്തിൽ ഇതിനകത്ത് തന്നെ പ്രഭു തന്നിട്ടുണ്ട്. നമ്മുടെ പുസ്തകത്തിൽ തന്നെ സപ്തമാതാക്കളിലെ ബ്രാഹ്മണ പത്നി, പിന്നെ സപ്തമാതാക്കളിൽ വരുന്ന നമ്മുടെ സ്വന്തം അമ്മ, ഗുരുവിന്റെ അമ്മ, ഗുരുവിന്റെ പത്നി, അമ്മയല്ല ഗുരുവിന്റെ പത്നി, സ്വന്തം മാതാവ്, ഗുരുവിന്റെ പത്നി, ബ്രാഹ്മണരുടെ പത്നി, പോറ്റമ്മ, രാജാവിന്റെ പത്നി, പശുവ്, പോറ്റമ്മ, ഇത്രയും പേര്. അപ്പൊ ആ സപ്തമാതാക്കൾ അത്രയും പേരാണ്. അപ്പൊ ആദ്യമേ നമ്മൾ ഇങ്ങനെ ഓർത്തു പോയാൽ നമ്മുടെ അമ്മ, സ്വന്തം അമ്മ, പിന്നെ പ്രധാനപ്പെട്ട് വരുന്നത് ഗുരുവിന്റെ അമ്മ, പിന്നീട് ബ്രാഹ്മണന്റെ പത്നി. അതുകൊണ്ടാണ് ബ്രാഹ്മണനിൽ നിന്ന് വിവാഹം ക്ഷത്രിയര് കഴിക്കാതിരുന്നത്, ബ്രാഹ്മണ പത്നി. പിന്നെ രാജ്ഞി, പിന്നെ പശു, പോറ്റമ്മ, ഭൂമിദേവി. ഹരേ കൃഷ്ണ മാതാജി, എന്റെ പ്രണാം. ഹരേ കൃഷ്ണ. മാതാജി, ഈ നേഴ്സും പരിചാരകയും അമ്മയിൽ പെടുന്നു കേട്ടിട്ടുണ്ട്. നേഴ്സ് നമ്മളെ പരിചരിക്കുന്നവര്. അതാണല്ലോ പ്രഭു പോറ്റമ്മ എന്ന് പറഞ്ഞത്, നമ്മളെ പരിചരിക്കുന്നത്. പിന്നെ തെങ്ങ്, കൽപ്പവൃക്ഷം, അതും അമ്മയായിട്ട് കരുതണമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണെന്ന് അറിയില്ല. അങ്ങനെ കുറെ പറയുന്നുണ്ട് പ്രഭു, അങ്ങനെ കുറച്ച് പറയുന്നുണ്ട്. ഇതിപ്പം സപ്തമാതാക്കൾ നമ്മൾ ക്ഷേത്രത്തിലൊക്കെ കല്യാണത്തിൽ എവിടെയെങ്കിലും കാണും, ഒരു ഭാഗത്ത് അവർക്ക് ഒരു ഇരിപ്പിടം കൊടുത്തിരിക്കും പോറ്റമ്മയ്ക്ക്. ഇപ്പം അവിടെ നമ്മുടെ ഇവിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വന്നാൽ നമ്മുടെ നരസിംഹമൂർത്തിയുടെ അവിടെ നമ്മൾ തൊഴുതിപ്പുറത്ത് വരുമ്പോ അവിടെ 7 പേരെ ഇരുത്തിയിട്ടുണ്ട്. അപ്പൊ അത് സപ്തമാതാക്കളാണെന്ന് പറയുന്നു. അപ്പൊ മിക്കവാറും ക്ഷേത്രങ്ങളിലൊക്കെ അങ്ങനെ കാണാറുണ്ട്. കൽപ്പവൃക്ഷം, പിന്നെ വേറെ എന്തുണ്ട് പ്രഭു? കൽപ്പവൃക്ഷം, പിന്നെ എന്താണ് വേറെ വല്ലതും കേട്ടിട്ടുണ്ടോ? കൽപ്പം, നേഴ്സ്, നമ്മളെ പരിചരിക്കുന്നവര്, നമ്മളെ ശുശ്രൂഷിക്കുന്നവര്, അതാണ് പോറ്റമ്മ. അത് പോറ്റമ്മ. ഓക്കെ ഓക്കെ. പശു, പോറ്റമ്മ, ഭൂമിദേവി, ഇതെല്ലാം നമ്മുടെ മാതാക്കളുടെ കൂട്ടത്തിലാണ് വരുന്നത്. ഇതിനൊക്കെ വളരെ പ്രാധാന്യം അന്ന് വരെ കൊടുത്തിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതിനൊന്നും യാതൊരു പ്രാധാന്യവും ഇല്ല. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് നിർത്താം, സമയമായി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ ഗോവിന്ദരാജ് പ്രഭു. ഹരേ കൃഷ്ണ മാതാ